ഇവിടെ ഒരു കാര്യം എന്താ വെച്ചാൽ അതോറിറ്റിയാണ്, ആരാണ് ഇതിന്റെ അധികാരം ആർക്കാണ് തന്നത്, ഉടമസ്ഥാവകാശം ആർക്കാണെന്നുള്ളതാണ്. ഓക്കെ, ഇവിടെയുള്ള എല്ലാ മുസ്ലിം സംഘടനകളും ഇതിനെതിരായിട്ട് പ്രതികരിച്ചു. മുജാഹിദ് 3 സംഘടനകൾ പ്രതികരിച്ചു, സുന്നി സംഘടനകൾ പ്രതികരിച്ചു, ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗം പ്രതികരിച്ചു, അധ്യാപക സംഘടന പ്രതികരിച്ചു. ഇവരെല്ലാവരും പ്രതികരിച്ചു. ഇവർക്ക് ആർക്കും ഉടമസ്ഥാവകാശം ഇല്ല. പിന്നെ ഉടമസ്ഥാവകാശം ഉള്ള ആർക്കാണ്? ഏതോ ഒരു റസീന ടീച്ചർക്കും പിന്നെ ശുക്കൂർ വക്കീലിനും അങ്ങനെ കുറച്ച് ആൾക്കാർക്കും. അതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഞങ്ങൾ ആരും എല്ലാവരുടെയും അട്ടിപ്പാറവകാശം ഒന്നും അവകാശപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ഒരു 2-3 ആൾക്കാർക്കാണെന്ന് വിചാരിച്ചോട്ടു, അല്ലെ ഒരു 100 ആളുകൾക്കാണെന്ന് വിചാരിച്ചോളൂ. ഞങ്ങൾ 100 ആളുകൾക്കെങ്കിലും അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അത് പറയാനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ? അത് ഞങ്ങൾക്ക് അതിന് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നത്? ഇപ്പൊ 4-5 ആൾക്കാർ ഒരുമിച്ചിരുന്നിട്ട് ഞങ്ങളെ പലതും പഠിപ്പിക്കണ്ടല്ലോ. ആയിക്കോട്ടെ, ഞങ്ങൾ പഠിക്കാൻ റെഡിയാണ്. പക്ഷേ ഈ ഞങ്ങളൊരു വിയോജിപ്പ് പറഞ്ഞു, അതായത് പൊതുവിദ്യാലയത്തിലേക്ക് ഇമ്പോസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിനോട് ഞങ്ങൾക്ക് കൾച്ചറലി, സാംസ്കാരികമായി ഞങ്ങൾക്ക് അതിനോടൊരു വിയോജിപ്പുണ്ട്. ഞങ്ങൾക്കത് അതിൽ പങ്കെടുക്കാതിരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടി വേണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് മേഖലകൾ വേണം. ഇപ്പൊ ജിമ്മ് പറഞ്ഞല്ലോ, ജിമ്മും അതുപോലെ തന്നെ ഫുട്ബോളും സൂംബയും അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ സ്വീകരിച്ചോളൂ എന്ന നിലക്കൊക്കെ വേണം എന്ന ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിലാണോ ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ കേൾക്കേണ്ടി വരുന്നത്? ഞങ്ങളൊരു വിയോജിപ്പ് പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എല്ലാവരെയും പരിഗണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞങ്ങൾ അട്ടിപ്പാറ അവകാശം ഒന്നും പറയുന്നില്ല. പക്ഷെ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരു സാംസ്കാരികമായ ഒരു രൂപമുണ്ട്. അതൊരിക്കലും ഈ പറയുന്ന ലിബറൽ സെലിബ്രേഷൻ കൾച്ചർ അല്ല. അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നവരുണ്ടാകാം, അങ്ങനെ അവർക്ക് പോകാം.